പ്രിയപ്പെട്ട കുട്ടികളെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതിലെ ഒന്നാമത്തെ ഭാഗമായ വെലോസിറ്റി സെലക്ട്, അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കുറേ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് കേസായിട്ട്, ഇഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഫീൽഡിന് പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. അതായത് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇവിടെ തീറ്റ 0യോ 180യോ ആണെങ്കിൽ, അതായത് പാരലായിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ തീറ്റ 0 ആയിരിക്കും, ആൻറ്റി പാരലായിട്ടാണെങ്കിൽ 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. ആ സമയത്ത് ഈ പാർട്ടിക്കിള് ഏത് വെലോസിറ്റിയിലാണോ വന്നത് അതേ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. അതായത് ദ പാർട്ടിക്കിൾ വിൽ മൂവ് വിത്ത് ദ സെയിം വെലോസിറ്റി ഇൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. അതേ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ തന്നെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ സെക്കൻഡ് കേസായിട്ട് നമ്മൾ പറയുന്നത്, ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ഫോഴ്സ് മാക്സിമം ആവും, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് വരും. ആ സമയത്ത് ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ഈ തേർഡ് കേസായിട്ട്, ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് ബൈ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യത്തക്ക രീതിയിലാണ് എൻ്റർ ചെയ്തതെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ഒരു ഹെലിക്കൽ പാത്ത് ഫോളോ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. കാരണം അത് അവിടെ 2 കമ്പോണൻസ് വരും. പാരലൽ കമ്പോണൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു, പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് അത് ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി സെലക്ടറിനെ കുറിച്ചാണ്. അതായത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമുള്ള ഒരു റീജിയനിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ്? ലോറൻസ് ഫോഴ്സ് ആണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ക്യൂ ഇ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് വിളിക്കാം, എഫ് ഇ എന്ന് വിളിക്കാം. അതായത് ക്യൂ എന്ന് പറയുന്ന പാർട്ടിക്കിള് ഇ എന്ന് പറയുന്ന സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് ക്യൂ ഇ ആയിരിക്കും. ഇനി ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എഫ് എം എന്ന് വിളിക്കാം. ക്യൂ എന്ന് പറയുന്ന പാർട്ടിക്കിള് വി വെലോസിറ്റിയിൽ ബി എന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്താൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അതായത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നത്. ഇനി നമ്മളിവിടെ ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യുകയാണ്. വെലോസിറ്റി സെലക്ടർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യുകയാണ്. അതായത് E and B are perpendicular. E and B are perpendicular.
അതുപോലെ അത് വിയുമായിട്ടും പെർപെൻഡിക്കുലർ ആണ്. അതായത് ഈ ബി ആൻഡ് വി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇയും ബിയും വിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആ കേസ് നമുക്ക് ഇവിടെ നിന്ന് വരച്ചു നോക്കാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പം അത് എക്സ് ഡയറക്ഷനിലാണ് അതിൻ്റെ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ആണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ആണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഡയറക്ഷൻസും വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്ഷൻസിനെ സൂചിപ്പിക്കാൻ സാധാരണ യൂണിറ്റ് വെക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്പ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്പ്, ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വെലോസിറ്റി വെക്ടർ വി ഈസ് ഈക്വൽ ടു അതിൻ്റെ മാഗ്നിറ്റ്യൂഡായ വിയും ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഐ ക്യാപ്പ്. ഐ ക്യാപ്പ് എന്നാൽ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. ഇനി അടുത്തതായിട്ട് ഇ എന്ന് പറയുന്ന വെക്ടർ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്ന വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ആണ്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ സൂചിപ്പിക്കാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ബി ആണ്, അതിൻ്റെ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ ആണ്, ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഓരോ വെക്ടേഴ്സിനെയും സൂചിപ്പിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. കാരണം ഓരോ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എഴുതി സൂചിപ്പിക്കുന്ന രീതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനെ എഫ് ഇ എഫ് എം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെയൊന്ന് എഴുതാം. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യു ഇ ആണ്. ക്യു ഇ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മളിവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇ ജെ ക്യാപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സിനെ എങ്ങനെ സൂചിപ്പിക്കാം? ക്യു ഇ ജെ ക്യാപ്പ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. അപ്പം മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം എന്ന് നോക്കിയേ. എഫ് എം ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വിക്ക് പകരം വി ഐ ക്യാപ്പ് ക്രോസ് ബിക്ക് പകരം ബി കെ ക്യാപ്പ് എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്ന ക്യൂ വി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എഴുതാം, ബിയും മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് പുറത്തേക്ക് എഴുതാം. ഇനി അതിൻ്റെ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഐ ക്രോസ് കെ ആണ് വെക്ടർ. ഐ ക്രോസ് കെയുടെ വാല്യൂ എത്രയാണ്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നോക്കിയേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ വെക്ടേഴ്സിനെ എടുക്കുന്നത്. ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ കെ ആണ്, ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്, കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ജെ ആണ്. അപ്പൊ നോക്കി, കെ ക്രോസ് ഐ ആണ് ജെ, ഇവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്, ഐ ക്രോസ് കെ ആണ്. അപ്പൊ അത് മൈനസ് ജെ ആയിട്ട് മാറും എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ക്യൂ വി ബി മൈനസ് ജെ ക്യാപ്പ് എന്ന് വരും. അപ്പൊ മൈനസ് ക്യൂ വി ബി ജെ ക്യാപ്പ് എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെയും ഇലക്ട്രിക് ഫോഴ്സിന്റെയും ഡയറക്ഷൻസ് നമ്മൾ ഈ ഫിഗറിലൊന്ന് അടയാളപ്പെടുത്തി നോക്കിയാൽ അത് എങ്ങനെ വരും? നോക്കി, ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് നോക്കാം. ക്യൂ ഇ ജെ ക്യാപ്പ്. അപ്പൊ ജെ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ജെ ക്യാപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഡയറക്ഷൻ. അപ്പൊ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും, ഇലക്ട്രിക് ഫോഴ്സിന്റെ. ഇനി മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ മൈനസ് ക്യൂ വി ബി ജെ ക്യാപ്പ് ആണ്. അതായത് വൈ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷെ മൈനസ് വന്നതുകൊണ്ട് നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആണ് വരുന്നത്. അപ്പൊ എഫ് എമ്മിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. എഫ് ഇയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എഫ് എമ്മിന്റെ ഡയറക്ഷൻ നമുക്ക് വന്നിരിക്കുന്നത്.
ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് ടോട്ടൽ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് അപ്പൊ എങ്ങനെ വരും? നെറ്റ് ഫോഴ്സ് F is equal to QE J cap minus QVB J cap. ഇപ്പം J cap ഒന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ QE മൈനസ് QVB J cap എന്ന് വരും. ഡയറക്ഷൻ ഇപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, അതായത് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കിതിനെ പറയാം. ഈ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻട്രി ചെയ്ത ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, അപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ ഗ്രേറ്റർ എന്ന് വിചാരിക്കാം. സപ്പോസ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ എന്ത് സംഭവിക്കും? ഇവിടെ രണ്ട് ഫോഴ്സുകളുണ്ട്, FE ഉണ്ട്, FM ഉണ്ട്, ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ കൂടുതലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക്, അതായത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ദ പാർട്ടിക്കിൾ വിൽ ഡീവിയേറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഒരു കണ്ടീഷൻ, ഇഫ് FM ഈസ് ഗ്രേറ്റർ ദാൻ FE, മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫോഴ്സിനേക്കാൾ കൂടുതലെന്ന് വിചാരിക്കുക. ആ സമയത്ത് അപ്പം നോക്കി, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഈ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഈ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും. ദ പാർട്ടിക്കിൾ വിൽ ഡീവിയേറ്റ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇനി നമ്മൾ വിചാരിക്കുന്നു FEയും FMഉം ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? FEയും FMഉം ഈക്വൽ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോവുകയും നെറ്റ് ഫോഴ്സ് 0 ആവുകയും ചെയ്യും. അപ്പോൾ പാർട്ടിക്കിളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയാൽ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അത് സെയിം പാത്തിലൂടെ, അതായത് ഇത് ഏത് ഡയറക്ഷനിലാണോ വന്നത് അതേ പാത്തിലൂടെ തന്നെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ദ പാർട്ടിക്കിൾ വിൽ മൂവ് അൺഡിഫ്ലക്റ്റഡ്. ദ പാർട്ടിക്കിൾ വിൽ മൂവ് അൺഡിഫ്ലക്റ്റഡ്. ഡിഫ്ലക്റ്റ് ചെയ്യാതെ തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ സ്പെഷ്യൽ കണ്ടീഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. വെലോസിറ്റി സെലക്ടറിന് നമുക്ക് ആവശ്യമുള്ള സ്പെഷ്യൽ കണ്ടീഷൻ ഇതാണ്. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആകുന്ന കണ്ടീഷൻ. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ QE ആണ്, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ QVB ആണ്. ഇവിടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ QE, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ QVB ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ക്യൂം ക്യാൻസൽ ആയി പോവും. അപ്പൊ E is equal to VB എന്ന് കിട്ടും. അപ്പൊ V is equal to E/B. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി E/B ആണെങ്കിൽ ആ പാർട്ടിക്കിള് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യും. ഏത് പാത്തിലാണോ വന്നത് അതേ പാത്തിൽ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ വെലോസിറ്റി സെലക്ടർ ആയിട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ, അതായത് ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ. ആ സമയത്ത് നെറ്റ് ഫോഴ്സ് 0 ആവുകയും പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ സ്പെഷ്യൽ ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ QE is equal to QVB ആയിരിക്കും. അപ്പൊ V is equal to E/B ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്ന ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പഠിക്കുകയാണ്. കാരണം നമ്മളിപ്പം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് പ്ലേറ്റ്,
ഇത് നെഗറ്റീവ് പ്ലേറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്ലെയിന് പുറത്തേക്കുള്ള ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾ എൻട്രി ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഈ ക്ലോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻട്രി ചെയ്തത്. ഇതില് കുറേ പാർട്ടിക്കിൾസ് എൻട്രി ചെയ്യുന്നു. ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് എൻട്രി ചെയ്തത്. ചിലത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചിലതിന് 1 മീറ്റർ പെർ സെക്കൻഡ്, ചിലത് 2 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 100 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ പല വെലോസിറ്റിയിലാണ് എൻട്രി ചെയ്തത്. ഇപ്പൊ സപ്പോസ് ഇവിടെ 100 മീറ്റർ പെർ സെക്കൻഡിൽ എൻട്രി ചെയ്ത ആ വെലോസിറ്റി ഉള്ള ആ പാർട്ടിക്കിള് E/B എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിളിന്റെ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് E/Bക്ക് ഈക്വലന്റ് ആണ് എന്ന് വിചാരിക്കുക. അത് ഇപ്പൊ E/B കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയിരിക്കട്ടെ. അപ്പോൾ ആ പാർട്ടിക്കിള് മാത്രം അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ആ സെയിം പാത്തിൽ, അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ തന്നെ മൂവ് ചെയ്യുകയും ബാക്കിയുള്ള പാർട്ടിക്കിൾസ്, അതായത് E/Bക്ക് ഈക്വലന്റ് അല്ലാത്ത വെലോസിറ്റി ഉള്ള എല്ലാ പാർട്ടിക്കിളും ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. കുറച്ച് പാർട്ടിക്കിൾസ് മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി, കുറച്ച് പാർട്ടിക്കിൾസ് താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. അപ്പോൾ ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. എന്നാൽ E/B = V ആകുന്ന പാർട്ടിക്കിൾ മാത്രം അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസിൽ നിന്നും ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇതന്നെയാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി E/B ആകുന്ന പാർട്ടിക്കിൾ മാത്രം അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ ഒരു ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് J.J. തോംസന്റെ E/M എക്സ്പെരിമെന്റിൽ J.J. തോംസൺ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുകയുണ്ടായി. അതായത് നമുക്കിപ്പം ഏത് വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെയാണോ വേണ്ടത് അതിനനുസരിച്ച് E/B, ഇയുടെയും ബിയുടെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് E/B എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വെലോസിറ്റി ആകത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പാർട്ടിക്കിള് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്ത് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.